മസ്തകത്തിൽ മുറിവേറ്റ നിലയിൽ കണ്ടെത്തിയ കാട്ടാനയ്ക്ക് വിദഗ്ധ ചികിത്സ ഉറപ്പാക്കാൻ 20-അംഗ സംഘം എത്തുന്നു. ഡോക്ടർ അരുൺ സഖറയുടെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സംഘമാണ് നാളെ അതിരപ്പള്ളിയിലെത്തുക. വിക്രം, സുരേന്ദ്രൻ എന്നീ കുംകിയാനകളും ദൗത്യത്തിന്റെ ഭാഗമാകും. സൂരജ് സജി വിശദാംശങ്ങളുമായി. സൂരജ്, ഈ സംഘം കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് വയനാട്ടിൽ. ആ സംഘം നേരെ ഇങ്ങോട്ടേക്ക് എത്തുന്നു എന്നതാണോ, കുംകിയാനകൾ ഉൾപ്പെടെ? തീർച്ചയായും അനുജ, അത് തന്നെയാണ്. അവിടെ വന്ന് വയനാട്ടിൽ നിന്ന് ഈ സംഘം 20-അംഗ സംഘമാണ് അതിരപ്പള്ളിയിൽ ഈ ആനയുടെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി എത്തുന്നത്. 24 ആണ് കഴിഞ്ഞ ദിവസം ഈ ആനയുടെ ദുരവസ്ഥ വിവരിക്കുന്ന ദൃശ്യങ്ങളടക്കം പുറത്തുവിട്ടത്. അതായത് മസ്തകത്തിൽ നിന്ന് പഴുപ്പൊലിച്ചിറങ്ങുന്ന ആനയുടെ ദൃശ്യം 24 പുറത്തുവിട്ടതിന് പിന്നാലെയാണ് സർക്കാരിൻ്റെ ഒരു അടിയന്തര ഇടപെടൽ ഉണ്ടാകുന്നതും ഈ സംഘത്തെ നിയോഗിച്ചുകൊണ്ട് ഈ ആനയ്ക്ക് വിദഗ്ധ ചികിത്സ ഉറപ്പാക്കാനുള്ള നീക്കവും സർക്കാർ നിർദ്ദേശിക്കുന്നത്. എന്തായാലും നാളെ വൈകുന്നേരത്തോടു കൂടി വയനാട്ടിൽ നിന്നുള്ള സംഘം അതിരപ്പള്ളിയിൽ എത്തും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന ഒടുവിലത്തെ വിവരം. അരുൺ സഖറിയെ തന്നെ ഈ ടീമിനെ നയിക്കും. ആനയെ മയക്കുവെടി വെച്ച് പിടികൂടിയതിന് ശേഷം, മയക്കുവെടി വെച്ചതിന് ശേഷം ആനയെ സ്റ്റാൻഡിംഗ് പൊസിഷനിൽ നിർത്തി ആനയ്ക്ക് ചികിത്സ ഉറപ്പാക്കി പിന്നീട് കാട്ടിലേക്ക് മടക്കി അയക്കുക എന്നുള്ളതാണ് ഈ ദൗത്യ സംഘം ലക്ഷ്യം വെക്കുന്ന ഈ ദൗത്യം എന്ന് പറയുന്നത്. എന്തായാലും ഞാനിപ്പോൾ നിൽക്കുന്ന ഈ മേഖലയിലാണ് ആനയെ ഒടുവിൽ കാണുന്നത്. അതായത് ഇന്ന് രാവിലെ 10 മണിയോടുകൂടി ആന ഈ തുരുത്തിലേക്ക്, ഞാൻ ഈ നിൽക്കുന്നതിന് 100 മീറ്റർ അകലെയുള്ള തുരുത്തിലേക്ക് ഈ ആന എത്തി എന്നുള്ളതാണ് ഒടുവിൽ ലഭിച്ചിരിക്കുന്ന വിവരം. എന്തായാലും വനംവകുപ്പിൻ്റെ വെറ്റിനറി ഡോക്ടർമാരുടെ അടക്കം സംഘം ഈ മേഖലയിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഒരു മറുതലക്കലിലാണ് നിലവിൽ ഈ ഉദ്യോഗസ്ഥർ സംഘം ക്യാമ്പ് ചെയ്തുകൊണ്ട് ഈ ആനയെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ആനയ്ക്ക് ഏതെങ്കിലും തരത്തിലുള്ള ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടോ എന്നത് സംബന്ധിച്ചെല്ലാം തന്നെ ഈ വിദഗ്ധ സംഘം പരിശോധിക്കുന്നുണ്ട്. എന്തായാലും നാളെ 20-അംഗ സംഘം എത്തിയതോടുകൂടി മറ്റന്നാളോടുകൂടി ഈ ദൗത്യം ആരംഭിച്ച് ആനയെ മയക്കുവെടി വെച്ച് ഈ സ്റ്റാൻഡിംഗ് പൊസിഷനിൽ എത്തി ചികിത്സ നൽകുന്ന ദൗത്യത്തിലേക്ക് കടക്കും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്നവർ. എന്തായാലും നിലവിൽ അതിരപ്പള്ളിയിലെ വെറ്റിലപ്പാറയും അതോടൊപ്പം തന്നെ ഈ കാലടി പ്ലാന്റേഷൻ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ആന ഈ തമ്പടിച്ചിരിക്കുന്നത്. ആനയെ നിലവിൽ വനംവകുപ്പിന്റെ സംഘം നിരീക്ഷിച്ചു വരികയാണ് അനുജ. ശരി, സൂരജ് സജിയാണ് വിവരങ്ങൾ നൽകിയത്. അതൊരു 24 ഇമ്പാക്ട് കൂടിയാണ്. 24 ആണ് ആ വാർത്ത പുറത്തുവിട്ടത്. ഉടൻ തന്നെ ഒരു ഇടപെടൽ ഉണ്ടാകുന്നു, സംഘം അങ്ങോട്ടേക്ക് എത്തുന്നു. എത്രയും പെട്ടെന്ന് അത് ചികിത്സ ചെയ്യട്ടെ. കാരണം നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ ആ വിഷ്വൽസ് കാണുമ്പോൾ വല്ലാതെ വേദന തോന്നി, വല്ലാതെ വേദന അനുഭവിക്കുന്നുണ്ട് ആന.